അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പല മാതാപിതാക്കൾക്കും മക്കളെ നഷ്ടപ്പെടുത്തിയ, പല മക്കൾക്കും മാതാപിതാക്കൾ നഷ്ടപ്പെടാൻ കാരണമായ, ഒരുപാട് കുടുംബങ്ങളിൽ വിള്ളൽ വീഴ്ത്തിയ, ഒരുപാട് ബന്ധങ്ങൾ പിളർത്തിയെടുത്ത വലിയ വില്ലനാണ് മദ്യം എന്നുള്ളത്. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ കൊടുങ്കാറ്റ് പോലെ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മറുഭാഗത്ത് വിദേശ മദ്യങ്ങൾക്കും പുതിയ പുതിയ പല മദ്യ ഇനങ്ങൾക്കും കേരളത്തിലേക്കുള്ള കുത്തൊഴുക്കിന് അവസരമൊരുക്കി കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യത്തിൻ്റെ വീര്യം കൂടിയത്, കുറഞ്ഞത്, ശുദ്ധം, വ്യാജം എന്നൊക്കെ പറഞ്ഞ് തരംതിരിക്കുന്നത് എത്രത്തോളം വിഡ്ഢിത്തമാണ്. സർവ്വസംഘർഷങ്ങളുടെയും മൂല്യച്യൂതിയുടെയും പ്രശ്നങ്ങളുടെയും പ്രഭവ കേന്ദ്രമായ മദ്യത്തിൻ്റെ സമ്പൂർണ്ണ നിരോധനമാണ് സ്വബോധമുള്ള സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിന് വേണ്ടി നേതാക്കൾ നിർവഹിക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ ഇടപെടേണ്ടത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആരെങ്കിലും നിക്കാല കാല് നീട്ടി വിവരറിയും. എല്ലാവരും ഇരുന്നിട്ട് തന്നെയാണ് കാല് നീട്ടുന്നത്. എല്ലാവരും വീര്യം കുറഞ്ഞതിൽ നിന്നാണ് വീര്യം കൂടിയതിലേക്ക് എത്തുന്നത്. വലിയ വലിയ വിലകൾ കൊടുത്ത് ചെറുതിൽ നിന്ന്, സ്റ്റാമ്പിൽ നിന്ന് തുടങ്ങിയവൻ വലുതിലേക്ക് എത്തി സിറിഞ്ച് തന്റെ നരമ്പിലൂടെ കയറ്റിവിട്ട് മരണത്തിനെ പുലുക്കുന്ന എത്ര യുവാക്കളുടെ കഥകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ കേരളം കേട്ടത്. എത്രത്തോളം വേദനയാണ് നമ്മൾ സഹിച്ചത്. എത്രത്തോളം രക്ഷിതാക്കളാണ് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിയത്. എത്രത്തോളം ഭാര്യമാരാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ദുശീലം കാരണം വേദന അനുഭവിച്ചുകൊണ്ട് ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് പെരുമ്പാവൂരിന്റെ നഗരപ്രദേശങ്ങളിലും മറ്റുള്ള ജില്ലകളുടെ ഹൃദയ നഗരങ്ങളിലൊക്കെ ഓപ്പറേഷൻ തൂഫാൻ അലയടിക്കുകയാണ്. കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശുകയാണ്. ഒരുപാട് ആളുകളെ കൈയോടെ പിടികൂടുകയാണ്. വരുന്ന ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം കൈകാട്ടി തടഞ്ഞു നിർത്തി അതിലുള്ള യാത്രക്കാരുടെ ബാഗുകൾ പരിശോധിച്ച് പാക്കറ്റുകൾ കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥന്മാർ അഭിനന്ദനാർഹമാണ്, യാതൊരു സംശയവുമില്ല. സമൂഹത്തിലെ നാനാതുറകളിലുള്ള മഹത്തുക്കളായ മനുഷ്യരെ, ആളുകളെ, നേതൃത്വങ്ങളെ, ആത്മീയജ്ഞാനികളെല്ലാം കണ്ട് അവരുടെ എല്ലാം അംഗീകാരത്തോടെ, അവരുടെ എല്ലാം ഒത്തൊരുമിച്ചുള്ള കൂട്ടായ പ്രവർത്തനത്തിലൂടെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ മറ്റൊരു പഴുതിലൂടെ, മറ്റൊരു ഇടത്തിലൂടെ കേരളത്തിലേക്കുള്ള മദ്യത്തിന്റെ കുത്തൊഴുക്കിന് പച്ചക്കൊടി കാണിക്കുന്ന CM അവറുകൾ, കേരളത്തിന്റെ ധനമന്ത്രി കൂടിയായ അദ്ദേഹം ഈ ചെയ്യുന്നത് വലിയ ക്രൂരതയാണെന്ന് പറയാതെ വയ്യ. വളർന്നു വരുന്നൊരു സമൂഹത്തിനെ തകർക്കലല്ലേ അത്? എല്ലാവരും വീര്യം കുറഞ്ഞതിൽ നിന്ന് തന്നെയാണ് വീര്യം കൂടിയതിലേക്ക് എത്തുന്നത്. ഒരാളും ഉടൻ തന്നെ പോയിട്ട് 10ാം ക്ലാസ്സിൽ പോയിരിക്കാറില്ല. ഒരാളും ചെന്ന ഉടനെ തന്നെ നിക്കറിട്ടിട്ട് 5ാം ക്ലാസ്സിൽ പോയിരിക്കാറില്ല. എല്ലാവരും ചെറുതിൽ നിന്നാണ് വലുതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മുന്തിരിവള്ളിയുടെ കീഴെ വറമാറണമെന്നെൻ്റെ ശവകുടീരം മുന്തിരിവള്ളിയുടെ താഴെയാകണമെന്ന് വസിയ്യത്ത് എഴുതിയ മനുഷ്യന്മാരോടാ പറഞ്ഞത്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സർവ്വ തിന്മകളുടെയും മാതാവാണ് കള്ള് എന്നുള്ളത്. കള്ള് കുടിക്കുന്നതിലൂടെ, മദ്യം സേവിക്കുന്നതിലൂടെ കൊലയും ചതിയും വഞ്ചനയും ചൂതാട്ടവും വ്യഭിചാരവും എല്ലാം നടമാടിക്കൊണ്ടിരിക്കും. സമൂഹത്തിന്റെ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വളർന്നു വരുന്ന സമൂഹം അരാജകത്വത്തിലേക്ക് വഴുതി വീഴുന്നവരാകും. എത്രത്തോളം കൃത്യമായാണ് ഇസ്ലാം അതിനെ നിർവചിച്ചത്? ഏത് മതമാണ് CM അവറുകളെ, അല്ലെങ്കിൽ ഏത് ഐഡിയോളജിയാണ് CM അവറുകളെ മദ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്? അത് മനുഷ്യന് ഗുണമാണ് എന്ന് ഏത് ഐഡിയോളജിയാ പറയുന്നത്? ഏത് മതമാണ് പറയുന്നത്? ഏത് മതഗ്രന്ഥമാണ് നമ്മളോട് പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്നതല്ലേ? വളരെ വേദനിക്കുന്ന, വളരെ വേദനകൾ മാത്രം സമ്മാനിക്കുന്ന, പ്രയാസങ്ങൾ മാത്രം ഉണ്ടാക്കുന്ന, സംഘർഷങ്ങളുടെയും സംഘട്ടനങ്ങളുടെയും പ്രഭവ കേന്ദ്രമാണ് മദ്യം. വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, ശുദ്ധമായത്, അശുദ്ധമായത്, എന്തൊരു വിഡ്ഢിത്തമാണ് ഇതിലൂടെ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. കേരളീയ പൊതുസമൂഹം വലിയ പ്രതീക്ഷകളോടെയാണ് താങ്കളെ പോലെയുള്ള പട നയിച്ചവനെ നാട് നയിക്കട്ടെ എന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലെക്സ് ബോർഡുകളിലുള്ള, നാട് നീളെയുള്ള ഫ്ലെക്സ് ബോർഡുകളിൽ ഞങ്ങൾ വായിച്ചിരുന്നത്. അത്രത്തോളം ബഹുമാനത്തോടെയും ആദരവോടെയും വളരെ മഹത്തായൊരു സ്ഥാനത്തങ്ങയെ കയറ്റിയിരുത്തിയത് ഇത്തരത്തിലുള്ള നടപടികൾക്കായിരുന്നില്ല. ഇത് വലിയ അപകടം തന്നെയാണ്, വലിയ അബദ്ധം തന്നെയാണ്. പരിപൂർണമായും സ്വബോധമുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന് ഇത്തരമൊരു നിലപാടല്ല താങ്കൾ എടുക്കേണ്ടിയിരുന്നതെന്ന് വളരെ വേദനയോടെ അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും പരിപൂർണമായും മാനസികവും ശാരീരികവുമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്ന
നല്ലൊരു ജീവിതം നയിക്കാൻ, നല്ലൊരു സമൂഹത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.